ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഈ കെട്ടും വേണ്ടമായിട്ടൊക്കെ ഞങ്ങൾ പുറപ്പെടുന്നത് അങ്ങ് വെങ്ങളത്തേക്കാണ്. വെങ്ങളം എല്ലാവർക്കും അറിയാം, എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാം. എൻ്റെ താത്തൻ്റെ വീട് അവിടെയാണ്. അപ്പോൾ ഈ പോകുന്നത് മുത്തമ്മയും മക്കളും അവരുടെ പേരക്കുട്ടികളും പിന്നെ ഇമ്മൻ്റെ ആങ്ങള് അവരുടെ മക്കളും പേരക്കുട്ടികളും ഞങ്ങളും എന്ന് വെച്ചാൽ പറഞ്ഞു വന്നപ്പോൾ മനസ്സിലായില്ലേ, അത് തന്നെ ഒരു ചെറിയൊരു കുടുംബമേള. നമ്മളത് വളരെ ചുരുക്കം കുടുംബത്തിൽ ആൾക്കാരായതുകൊണ്ട് ഒരാങ്ങളെയും ഒരു ഏടത്തിയും പിന്നെ അപ്പം പിന്നെ വലിയതൊന്നല്ല, ഇത്ര ചെറുതാണ്. എന്തായാലും പിന്നെ മരുമക്കളും പേരക്കുട്ടികളൊക്കെ കൂടുമ്പോൾ ഒത്തിരി ആൾക്കാർ കൂടിയെന്നുള്ളൂ, അല്ലാതെ വലുതൊന്നുമല്ല. അപ്പം നേരെ ഞങ്ങൾ പുതിയ സ്റ്റാൻഡിൽ പോയി അവിടുന്ന് ഒരു ചായ, അത് മസ്റ്റാണ്. അതും കഴിച്ച് ഞങ്ങൾ നേരെ കാട്ടിൽ പീടികയിൽ ഇറങ്ങി. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി കുട്ടിപ്പടനെയും ഉമ്മമാരെയും മുത്തമ്മനെയൊക്കെ ഓട്ടോ കയറ്റി വിട്ടതിന് ശേഷം ഞാനും റിൻസയും കൂടി ഒന്ന് പരുതി. അപ്പോൾ കേട്ടോ ഈ ഒരു പെയിൻറ്റ് കണ്ട്, ഫാബ്രിക് പെയിൻറ്റ്, ഇതൊക്കെ ഒരു ടൈമിൽ ഞാൻ എൻ്റെ പൊന്നേ അതൊക്കെ ഒരു രസം. അത് കഴിഞ്ഞ് ഞങ്ങളിതാ ജിനുവിനെ കാത്തു നിൽക്കുകയാണ്. അപ്പോഴാണോ ഇതിരംഗം കാണുന്നത്. ഇതിൻ്റെ അടുത്താണ് അവൾ പോയി ഇരിക്കാൻ പോയത്. പച്ചിലപ്പാമ്പാണെന്ന് തോന്നുന്നു. എന്തായാലും ആൾ വലുപ്പം വെച്ച് വരുന്നോ ഉള്ളൂ കേട്ടോ. അത് കളിക്കുന്ന കണ്ട് കുറച്ച് നേരം നോക്കി, എന്തോ ഭാഗ്യം. അങ്ങനെ ഞങ്ങൾ കുറേ ടൈം, ഒരു 1.5 മണിക്കൂറോളം അവളെ കാത്തു നിന്ന് അവളെയും കൂട്ടി അവളങ്ങ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നും ബാലുശ്ശേരിയിൽ നിന്ന് ഇങ്ങ് എത്തി. അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്നു. ഇനിയിപ്പം നൈറ്റിലേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കണം. ഞങ്ങൾ ബീഫൊക്കെ വാങ്ങിയിട്ടാണ്ടോ വന്നത്. അപ്പോൾ ബീഫും കറിയും പിന്നെ ചപ്പാത്തി അത് അവർ വരുമ്പോൾ കൊണ്ടുവരും, ഇക്കാക്കന്മാർ വരുമ്പോൾ കൊണ്ടുവരും. പിന്നെ ഇത്താത്തൻ്റെ മോളെ, രണ്ടാമത്തെ മോളെ ബർത്ത്ഡേ ആയിരുന്നു 2 ദിവസം മുന്നേ. അപ്പോൾ അവൾക്ക് വേണ്ടി ഉണ്ടാക്കിയ നല്ല ടെൻഡർ കോക്കനട്ട് കേക്കും മിൽക്ക് കേക്കും. ടെൻഡർ കോക്കനട്ട് ഇഷ്ടമാണെങ്കിലും എനിക്കെന്താ താത്ത ഉണ്ടാക്കണ മിൽക്ക് കേക്ക് അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു 2 കഷ്ണങ്ങളും അത് ഇത്രയും ആൾക്കാർക്ക് ഞാൻ ഒപ്പിച്ചു കൊടുത്തു. വീതം വെക്കാൻ എന്നെ കഴിച്ചിട്ടുള്ളൂ ബാക്കി. പിന്നെ നമ്മുടെ വൈറൽ ലേസ് അതിനും വേണ്ടിയിട്ടാണ് ആ സാധനങ്ങളൊക്കെ വാങ്ങി. നേരെ ഉച്ച 2 മണിയായി വേഗം ഫുഡ് കഴിച്ച്. ഇഷ്ടമില്ലാത്ത മമ്പയർ എരിശ്ശേരിയും പിന്നെ നമ്മുടെ കോഴിമുട്ട പൊരിച്ചതും അച്ചാറും എന്തോ ഒരു പിടി കഴിച്ചു, വിശന്നിട്ട് വയ്യ. പിന്നെ നേരെ ഈ സംഭവത്തിലേക്ക് പോയി. ഇതിനെപ്പറ്റി പിന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് പിന്നെ ഉണ്ടാക്കി എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ലേ ഊതി വെച്ച് വായിൽ വെച്ച് കൊടുത്തു. അങ്ങനെ ഓരോരുത്തർ എക്സ്പ്രഷനാണ് കേട്ടോ. പിന്നെ നമ്മൾ അവരെന്തായാലും ഒരു 5:30-6 മണിയൊക്കെ ആകും എത്താൻ. പിന്നെ നമ്മൾ മാത്രം ഒന്ന് വിശ്രമിക്കണം, ഇരിക്കണം, കിടക്കണം എന്നൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഓരോരുത്തർക്ക് റീല് ചെയ്യണമല്ലോ നമുക്ക്, അതിനാണല്ലോ നമ്മൾ കൂടുന്നത് തന്നെ. ഇതാണ്ടോ ഞങ്ങളെ ഗ്യാങ്. ഞങ്ങൾ കേടി കുറച്ച് റീൽസും അവിടുത്തെ പൗഡർ ടീനൊക്കെ തീർത്തതിന് ശേഷം ഇത്താത്തനോട് നല്ല ചീത്ത കേട്ടു. അത് കഴിയുമ്പോഴത്തേനും ഒരു കാക്കിയും പെണ്ണുങ്ങളും ഇത്താത്തിയും എത്തി. അത് കഴിഞ്ഞ് രണ്ടാമത്തോനും എത്തി കേട്ടോ, അവൻ്റെ ഭാര്യയും ഇക്കാക്കൻ്റെ മോനാണ് കേട്ടോ അത്. അങ്ങനെ എല്ലാവരും കൂടി എത്തി. ഈ മക്കൾ, ഈ കുട്ടിപ്പട്ടാളങ്ങൾ ഇവിടെ നിന്ന് കൂകുന്നത് അവനിക്ക് മാമാന്ന് വിളിക്കുന്ന ഇഷ്ടമില്ല. മക്കൾ അവനെ കണ്ടപാടും മാമ. ഇവർ രണ്ടാളും അങ്ങ് കുവൈത്തിലാണ്, ഇപ്പോൾ ഒരു മാസത്തെ ലീവിന് വന്നതാണ്. ഇക്കാക്ക് അതേപോലെ ഗൾഫിലായിരുന്നു, 1 വർഷം കഴിഞ്ഞ് മോൻ്റെ ബർത്ത്ഡേക്ക് വന്നതാണ്. അപ്പോൾ എല്ലാവരും കൂടി ഒത്തിട്ട് ഇപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു മേള. ഇതിൽ ഇവരുടെ ഉപ്പ വന്നില്ല, എന്തോ തിരക്ക് കാരണം ഉപ്പക്ക് വരാൻ കഴിഞ്ഞില്ല. പിന്നെ പൊന്നേ കുട്ടികളും ഒച്ചയും ബഹളവും, ഈ ഉറങ്ങിക്കിടക്കുന്ന വീട് ഉണർന്നു എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ആയിരുന്നു കേട്ടോ. പിന്നെ കുറേ ഇവർ വരുമ്പോൾ പൊരിക്കടി കൊണ്ടുവരും, ഞങ്ങൾ ബേക്കറിയും കൊണ്ടുവരും. ഇതാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അങ്ങനെ അവരെ വന്ന് അവരെ കാത്തു നിൽക്കുക. കാരണം ആ ഉച്ചക്കത്തെ ഫുഡ് ശരിയാവാത്തതിനെ കൊണ്ട് വൈകുന്നേരം വിശന്ന് ഇവർ വരുമ്പോഴേക്കും 6 മണിയൊക്കെ കഴിഞ്ഞിട്ടോ. പിന്നെ ഇത്താത്ത നല്ല കേക്ക് ഉണ്ടാക്കി കേട്ടോ, നമ്മുടെ സ്പോഞ്ച് കേക്ക് പോലത്തെ. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കട്ടനും മറ്റേ ചിക്കൻ ബോണ്ട അതും പഴംപൊരിയും അങ്ങനെ എല്ലാം കഴിച്ച് പിന്നെ ഒരു ഇരുത്തം വിശേഷങ്ങൾ പറഞ്ഞു. പിന്നെ നേരെ അടുക്കളയിൽ പോയി എല്ലാവർക്കും വേണ്ടി ഫുഡുകളൊക്കെ കൊടുത്തു, ചോറ് കൊടുത്തു മക്കൾക്ക്. ഞങ്ങൾ ചപ്പാത്തി നല്ല ബീഫ് തേങ്ങ അരച്ച കറിയും വറുത്തരച്ച കറിയും. പിന്നെ ഓരോരുത്തരിരുന്നു. മക്കളെ ഇതെന്തിനാണെന്നറിയോ, കുറച്ച് ലിസ്റ്റ് ഞങ്ങൾ കൊണ്ടു നിൽക്കണ്. അന്താക്ഷരി ആംഗ്യം കാണിക്കൽ അങ്ങനെ ആയി ഒരു 3 മണി 3:30 ആവാനായി. അതിൻ്റെ ഇടയിൽ നമ്മൾ വേഗം ചുക്കപ്പൻ ചായയും കൊടുത്തിട്ടോ. ഉച്ചക്കല്ല, രാത്രി. അതിന് ശേഷം ലാസ്റ്റ് റീലാണ് ഇത്. ഇത് നമ്മൾ ചാലഞ്ച്, ഡാൻസ് ചാലഞ്ച്, സ്റ്റെപ്പ് ചാലഞ്ച്. ഇത് കളിച്ചിട്ട് ആ ഒരു 4 മണിക്കൊക്കെ ചിരിച്ച് ഊപ്പാടിളകി എന്നൊക്കെ പറയുക. അങ്ങനത്തെ അവസ്ഥയായിരുന്നു കേട്ടോ ഈ ഒരു കളിയിൽ. എന്തായാലും ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ റീൽ അടിപൊളിയായിരുന്നു. പിന്നെ ഉറങ്ങിയോന്ന് ചോദിച്ചാൽ ഉറങ്ങിയിട്ടില്ല, തീരെ ഉറങ്ങിയിട്ടില്ല. 7 മണിയാകുമ്പോഴത്തേനും സിയാദ് കാക്ക വന്നു. അലിങ്കാക്ക ഇല്ലാത്തതിനെ കൂടി സിയാക്ക പിറ്റേന്നാണ് വന്നത്.
പിന്നെയും കുറച്ച് പാട്ട് വെച്ച് അവർ ഡാൻസ് കളിക്കുന്നുണ്ട്. രാവിലത്തെ ചായ, പിന്നെ അങ്ങോട്ട് വീഡിയോ എടുക്കൽ വളരെ ശോകമായിരുന്നു. കാരണം ഒരു മന്ദതായിരുന്നു കേട്ടോ. ആ തലേന്നത്തെ ആ ഒരു പ്രസരിപ്പൊന്നും പിറ്റേന്നില്ല, ഉറക്കം. അങ്ങനെ അതാ നമ്മുടെ ലായിക്കുട്ടനാണ് കേട്ടോ ഇത് ലായ്മോനാണ്, ലായ്ബു ആണ് കേട്ടോ. ഇവനെയും എടുത്ത് എല്ലാവരും ഓരോരുത്തരായിട്ട് കുളിയും നനയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കണം. നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു. ഇതൊന്നും വീഡിയോസ് എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. എന്തോ ഒരു മന്ദത എന്ന് കിടക്കണം. പിന്നെ അതാ ഞങ്ങൾ പോകാറായി. ഒരു കൂട്ടർ പോയി, അടുത്ത ഞങ്ങൾ പോയി, ഉമ്മ പോയി. ഇനിയിപ്പോൾ ഈ ലാഹിൻ്റെ ഉപ്പയും ഉമ്മയും അമ്മായും കൂടിയുള്ളൂ. ഇനി അവർക്ക് അടുത്താണ്, കുമാരസ്വാമി അടുത്താണ്. അപ്പം ഞങ്ങൾ എന്തായാലും ഇനി പോകാൻ കേട്ടോ. ഭയങ്കര സങ്കടവും സന്തോഷമുള്ള ഒരു സംഭവമാണ് കേട്ടോ. കാരണം ഇങ്ങനെ കൂടുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പക്ഷെ നല്ല ഹരമായിരുന്നു കേട്ടോ. ഇനി പറയുന്നുണ്ട് നമുക്കൊരു 1 ഡേ ട്രിപ്പ് പോകണം, ടൂറ് പോകണം എന്നൊക്കെ കേട്ടോ. ഇൻഷാ അള്ളാ ഇത് സെറ്റായില്ലേ, അപ്പം ഇനി അതും സെറ്റാവും. എന്തായാലും നമ്മുടെ ഈ ഫാമിലി മറ്റപ്പ് അത് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ഹരം ഉണ്ടായിരുന്നു. പൊതുവെ എല്ലാവരും കൂടുമ്പോൾ ഒരു രസമാണല്ലോ. ആ റീല് അതാണ് ഞങ്ങൾക്ക്